ഹായ് ഗൈസ്, എന്താണ് ഇവിടെ നടക്കുന്നത്? മരണം മരണം മരണം, അത് മാത്രമേ ഇവിടെ ഉള്ളൂ. വിഭജിക, ഇന്ന് അതുല്യ, നാളെ ആര്? അത് എന്റെയും നിന്റെയും പെങ്ങളോ ഭാര്യയോ അമ്മയോ ആവാം. പല മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ ശരീരത്തിന് അവനവനല്ല അവകാശം. എന്റെ ശരീരത്തിൽ അവക്കും അവളുടെ ശരീരത്തിൽ എനിക്കുമാണ് അവകാശം എന്നാണ് മതം പഠിപ്പിക്കുന്നത്. ആദ്യം ഈ പറയുന്ന ഈ മതമാണ് ഇവിടുന്ന് മാറ്റേണ്ടത്. കണ്ണിച്ചോരയില്ലാത്ത നാറി, നിന്നെ എന്നടാ നിന്റെ അടുത്ത് പറയണ്ടേ? നിന്നെ എന്നാന്നാ വിളിക്കണ്ടേ? നീ അവളുണ്ടാക്കി തരുന്ന ഫുഡ് കഴിച്ചിട്ടല്ലടാ നീ ഇതുപോലെ ശരീരം ഉണ്ടാക്കി വെച്ചേക്കുന്നേ. ആ മരിക്കുന്ന അന്ന് വരെ നിനക്കുള്ള ഫുഡ് അവൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നോ? എങ്ങനെ സഹിക്കൂടാ? എങ്ങനെയാടാ നിന്നൊക്കെ ഒരു കുടുംബത്ത് കയറ്റുന്നേ? സ്വന്തം ഭാര്യയുടെ നെഞ്ചത്ത് കയറിയിട്ടല്ല ആണത്തം കാണിക്കണ്ടേ. അത് നീ ഓർത്തോ? നീ ഈ ആണുങ്ങളോട് മുട്ടറാ, നിനക്ക് ചങ്കുറപ്പുള്ള ആണുങ്ങളോട് നീ മുട്ടറാ. നീ എടാ കോമാളി, നീ ഒരു കോമാളിയാന്ന് ആദ്യം മനസ്സിലാക്കും. നീ ആ പത്രക്കാരോട് നീ എന്നാന്നാ നീ പറഞ്ഞേ? നീ എന്താ നീ പത്രക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അവള് മരിക്കാൻ നിനക്ക് പേടിയായിരുന്നു, അവളെ പേടിയാണ്. നീ എന്നാന്നാ നീ പറയുന്നേ? നീ എടാ സൈക്കോ, നിനക്ക് മുതുപ്രാന്താ, നിനക്ക് മുതുപ്രാന്ത്. നിനക്ക് ആദ്യം ഉണ്ടല്ലോ, ആദ്യം തെരണ്ടി വാലിനടിക്കണം, തെരണ്ടി വാലിന്. അത് കഴിഞ്ഞിട്ട് നിന്നെ പ്രാന്താശുപത്രി കൊണ്ടുവിടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിന്നെ പ്രാന്താശുപത്രി കൊണ്ടുവരണം. ഒരു ഡയലോഗ് ഉണ്ട്, ഏക്കാൻ പറ്റാത്തവൻ നിൽക്കരുതെന്ന്. നീ അത് ഓർത്തു വെച്ചോ. നീ ഒരു പെണ്ണിനെ കെട്ടിയെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം നിനക്കില്ല. അത് നീ മനസ്സിലാക്കാതെയും സൈക്കോ പ്രാന്ത. താലി കെട്ടിയവൻ ഒരു സൈക്കോ ആണെന്ന് അറിയുന്ന ആ നിമിഷം ഒരു സെക്കൻഡ് പോലും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ആ സെക്കൻഡിൽ ഇറങ്ങിക്കോണം, നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങിക്കോണം. ഇനി നിങ്ങൾക്ക് വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് അവർ സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം കാലം നിൽക്കാനുള്ള ആംബിയർ ഉണ്ടല്ലോ ഇപ്പൊ എല്ലാവർക്കും. സ്വന്തം ജോലി ചെയ്തിട്ട് ഒരു ഹോസ്റ്റലിൽ നിൽക്കാം. എന്നാലും ഈ പീഡനം സഹിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓർക്കുക, ഓർത്താൽ നന്ന്.